നമസ്കാരം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മൈ ചാനൽ വിപി അച്ചു. ഇന്നത്തെ വീഡിയോയിൽ തയ്യാറാക്കാൻ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ നല്ലൊരു മീൻ കറി ചോറിനും ചപ്പാത്തിക്കും പുഴുക്കിനും അപ്പത്തിനും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഗ്രേവിയോട് കൂടി ഒരു മീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. കറി തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 7-8 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. അരിഞ്ഞ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പം മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം നമുക്ക് ഇതൊന്ന് എടുത്ത് മാറ്റി സൈഡിൽ വെക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളിയാണ്. തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് ആ സ്കിന്നൊന്ന് റിമൂവ് ചെയ്യത്തക്ക രീതിയിൽ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തക്കാളിയും ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്ത് ഇതും ചെറിയുള്ളിയുടെ കൂട്ടത്തിൽ മാറ്റി വെക്കാം. ഒരു കുടംപുളി എടുത്തിട്ടുണ്ട്, 3 പീസ് ഉണ്ട്. ഇതൊന്ന് കഴുകി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊരു 20 മിനിറ്റോളം ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടിക്ക് തന്നെ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതല്ല സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ഒരുമിച്ചാണ് ചേർക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടിയും ചേർക്കുക. ഒരു 15 സെക്കൻഡോളം ഒട്ടും കരിയാതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. പൊടികളും തക്കാളിയും ചെറിയുള്ളിയും നല്ലതുപോലെ അരച്ചൊന്ന് പേസ്റ്റാക്കി എടുത്ത് വെക്കണം. ഈ മീൻകറി തയ്യാറാക്കാം. ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2 നുള്ള് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 10-12 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 7-8 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് അല്പം ഒരു കറിവേപ്പിലയും കൂടെ ഒരു തണ്ടോളം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇവയെല്ലാം കൂടെ ഒരു ഗോൾഡൻ കളർ ആവുന്നതിന് വരെ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കണം. ഉലുവയ്ക്ക് പകരം ഉലുവപ്പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർത്ത സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഗോൾഡൻ കളറായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി മുളക് പൊടിയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി ഓയിലൊന്ന് സെപ്പറേറ്റ് ആയി കിട്ടുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. ഓയിലൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള പുളി ചേർത്ത് കൊടുക്കാം. അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ആ വെള്ളവും പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1.5 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളും എല്ലാം ഒന്ന് വെള്ളത്തിൽ കലക്കി മിക്സ് ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ടേസ്റ്റിന് ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. ഒരു 1.5 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു അടപ്പ് വെച്ച് അടച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ 1 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. കഴുകി വൃത്തിയാക്കുന്നതിന് മുന്നെയാണ് 1 കിലോ ഉള്ളത്. മീനിൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ നികത്തി വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മീൻ വേവിക്കാൻ. ശേഷം നമ്മൾ തവി വെച്ചൊന്നും കുത്തി ഇളക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 10 മുതൽ 12 മിനിറ്റ് സമയം എടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. 10-12 മിനിറ്റ് സമയം മതി. അല്പം ദശക്കട്ടിയുള്ള മീനായതുകൊണ്ട് അത്രയും സമയം എടുക്കും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇടയ്ക്ക് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. മുളകിട്ട് കറി വെക്കാൻ പറ്റുന്ന ദശക്കട്ടിയുള്ള ഏതൊരു മീനും ഈ രീതിയിൽ കറി വെക്കാവുന്നതാണ്. ടേസ്റ്റിന് ആവശ്യമായിട്ട് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ലതുപോലെ മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് കറി സെർവ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.